സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന സ്ത്രീകൾക്ക് സർക്കാരിൻ്റെ പ്രധാന അറിയിപ്പ് വന്നുചേർന്നിരിക്കുകയാണ്. നമ്മളുടെ വീടുകളിലോ അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന വ്യക്തികളോ പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഈ അറിയിപ്പ് തീർച്ചയായിട്ടും നിങ്ങൾ എത്തിക്കണം. സർക്കാരിൻ്റെ ഉത്തരവ് വന്നിട്ടുണ്ട്. നിലവിൽ സർക്കാരിൻ്റെ വിവിധ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളുടെ പരിശോധനകൾ നടക്കുന്ന കാര്യം നമുക്കറിയാം. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് സർക്കാരിൻ്റെ പുതിയ ഉത്തരവ് വന്നിട്ടുള്ളത്. സ്ത്രീ ഗുണഭോക്താക്കൾ സാക്ഷ്യപത്രം ഹാജരാക്കണം. ഡിസംബർ മാസം 30 വരെയൊക്കെയാണ് ചിലപ്പോൾ സമയം അനുവദിച്ചിട്ടുള്ളത്. ചില പഞ്ചായത്തുകളിൽ പിന്നീടും സമയം നീട്ടാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, നമ്മൾ താമസിക്കുന്നത് പഞ്ചായത്തിന് കീഴിലാണെങ്കിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് കീഴിലാണെങ്കിൽ, അതല്ല കോർപ്പറേഷന് കീഴിലാണെങ്കിൽ പോലും തീർച്ചയായിട്ടും ഈ സാക്ഷ്യപത്രം നമ്മൾ ഹാജരാക്കിയിരിക്കണം. പെൻഷൻ വാങ്ങുന്നവരിൽ വിധവാ പെൻഷൻ വാങ്ങുന്നവരും അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്കുമാണ് സാക്ഷ്യപത്രം ഹാജരാക്കാനുള്ള നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുള്ളത്. 60 വയസ്സ് ആയ സ്ത്രീ ഗുണഭോക്താക്കൾ ഈ രേഖകൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ 60 വയസ്സിൽ താഴെയുള്ള എല്ലാവരും തന്നെ ഈ സാക്ഷ്യപത്രങ്ങൾ ഹാജരാക്കണം. അവർ പുനർവിവാഹം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ വിവാഹം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന, അതായത് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കേണ്ടത്. സാക്ഷ്യപത്രം അപ്ലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് ഇനി മുതൽ പെൻഷൻ ലഭിക്കുന്നതല്ല എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അതായത് പെൻഷൻ തടയപ്പെടും. പിന്നീട് ഈ രേഖ നമ്മൾ എന്നാണോ സമർപ്പിക്കുന്നത് അതിനുശേഷം ഇത് അപ്രൂവായി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പിന്നീട് പെൻഷൻ ലഭിക്കുകയുള്ളൂ. അതല്ല എങ്കിൽ നാളുകളോളം നമുക്ക് പെൻഷൻ തടഞ്ഞു തന്നെ കിടക്കും. അപ്പോൾ 1600 രൂപയൊക്കെ ഇനി നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ രേഖ തീർച്ചയായിട്ടും ഹാജരാക്കിയിരിക്കണം. പ്രത്യേകിച്ച് നമ്മൾ മുൻപ് പറഞ്ഞ ഈ 2 വിഭാഗങ്ങൾക്കാണ് ഈ നിയമം ബാധകമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പഞ്ചായത്തുകളിൽ രേഖകൾ കളക്ട് ചെയ്യാനുള്ള സമയമായിട്ട് ഈ ഡിസംബർ മാസം 30 വരെയാണ് ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ചിലപ്പോൾ തീയതി ജനുവരി വരെയൊക്കെ നീട്ടിയേക്കാം. അതിനുശേഷം ഫെബ്രുവരി മാസം 28 മുൻപ് തന്നെ സേവനയുടെ സൈറ്റിലേക്ക് ഉദ്യോഗസ്ഥർ ഇത് ചേർക്കേണ്ടതുണ്ട്. അങ്ങനെ ഇത് അപ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിനി പെൻഷൻ മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ. 2025 പെൻഷൻ ലഭിക്കണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നമ്മൾ സമർപ്പിച്ചിരിക്കണം. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് അറിഞ്ഞു വയ്ക്കുക. ഇനി വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവർ അതോടൊപ്പം തന്നെ മറ്റ് വിവിധ പെൻഷൻ സ്കീമുകളിൽ ഉൾപ്പെടുന്ന ആളുകൾ ഇത്തരം സാക്ഷ്യപത്രങ്ങളൊന്നും ഹാജരാക്കേണ്ട ആവശ്യമില്ല. മുൻപ് നമ്മൾ പറഞ്ഞ വിഭാഗത്തിലുള്ളവർ മാത്രം ഈ രേഖകൾ ഹാജരാക്കിയാൽ മതിയാകും. ബാക്കി ചിലരൊക്കെ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. ഈ വർഷം കൊടുത്തിട്ടില്ല എന്നൊക്കെ ചിലർ അറിയിച്ചിരുന്നു. പക്ഷേ അത്തരത്തിൽ യാതൊരു രേഖകളും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. മുൻപ് ലഭിച്ചിരുന്നത് പോലെ തന്നെ മുടക്കം കൂടാതെ സഹായം നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ഇനി പെൻഷൻ വാങ്ങുന്നവർക്ക് ക്രിസ്തുമസ് സമയത്ത് പ്രത്യേകമായിട്ട് 2 ഗഡു പെൻഷൻ വരെ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് സർക്കാർ ആലോചിക്കുന്നത്. സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യത്തിൽ നിന്ന് വായ്പ എടുക്കുന്ന കാര്യം സർക്കാർ ആലോചിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് മാർഗ്ഗങ്ങളിൽ നിന്ന് വായ്പ എടുക്കുന്ന കാര്യവും സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്. ഡിസംബർ 25 ക്രിസ്തുമസിന് മുൻപ് തന്നെ ആനുകൂല്യം നൽകുന്നതിന് വേണ്ടിയാണ് സർക്കാർ പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്തയാഴ്ചയോടെ പരിപൂർണമായിട്ട് പെൻഷൻ ആരംഭിക്കാനാണ് സാധ്യത. ഇത് സംബന്ധിച്ച് നിർണായക ഉത്തരവുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരേണ്ടതുണ്ട്. യാതൊരു അറിയിപ്പും ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല. 1 ഗഡു പെൻഷൻ ഏതായാലും ഉണ്ട് എന്ന് ഉദ്യോഗസ്ഥർ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇനി 2 ഗഡു പെൻഷൻ വിതരണം ചെയ്യുമെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഈ പ്രാവശ്യം തന്നെ വിതരണം ചെയ്യുമോ, അതിനുള്ള തുക കണ്ടെത്താൻ സാധിക്കുമോ എന്നൊരു കാര്യമാണ് സർക്കാർ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഫണ്ട് എത്തിക്കഴിഞ്ഞാൽ 2 മാസത്തെ തുകയും, അതല്ല എങ്കിൽ സാധാരണഗതിയിൽ നമുക്ക് ലഭിക്കുന്നത് പോലെ തന്നെ 1 മാസത്തെ ഗഡുവായിരിക്കും എത്തിച്ചേരുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.